Dear students, ലാസ്റ്റ് ക്ലാസ്സിൽ അസസ്മെൻറ്റ് ഓഫ് കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് റേറ്റുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഡൊമസ്റ്റിക് കമ്പനീസിൻ്റെ ടാക്സ് റേറ്റ്, അതുപോലെ തന്നെ കമ്പനീസ് അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനീസ്, ഈ രണ്ട് ടൈപ്പിലുള്ള കമ്പനീസിൻ്റെ ടാക്സ് റേറ്റുകളെ പറ്റി പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കി ടാക്സ് റേറ്റുകളൂടെ നോക്കാം. ടാക്സ് ഓൺ ഇൻകം ഓഫ് സർട്ടൻ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസ്. ഡൊമസ്റ്റിക് കമ്പനീസ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ കമ്പനീസ് അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനീസും, അങ്ങനെ രണ്ട് കമ്പനീസാണ് പറഞ്ഞത്. അടുത്തതാണ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസ്. വിത്ത് ഇഫക്റ്റ് ഫ്രം 2017-18 സെക്ഷൻ 115BA. Domestic company may pay tax at the rate of 25% plus surcharge if any and health and education cess at its option if it fulfills the following conditions. അതായത് ഡൊമസ്റ്റിക് കമ്പനി 25% ടാക്സ് പേ ചെയ്താൽ മതി, കൂടാതെ സർചാർജും. എന്നാൽ ഈ കമ്പനി താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഏതൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ദ കമ്പനി ഹാസ് ബീൻ സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ് ഓൺ ആഫ്റ്റർ 1/3/2016, 3/2016 അതിനുശേഷമോ രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനി ആയിരിക്കണം. Second, the company is not engaged in any business other than the business of manufacture. അതായത് മാനുഫാക്ചറിങ് ബിസിനസ് നടത്തുന്ന കമ്പനി ആയിരിക്കണം. തേർഡ് കണ്ടീഷൻ, the company has not claimed deduction from its income under the following sections. കമ്പനിയുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സർട്ടൻ ഡിഡക്ഷൻസ് അലൗഡ് ആണ്. എന്നാൽ താഴെ പറയുന്ന ഡിഡക്ഷൻസ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസിന്റെ കേസിൽ അലൗഡ് അല്ല. ഏതൊക്കെയാണ് ഡിഡക്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഓരോ ഐറ്റം ഞാനൊന്ന് റീഡ് ചെയ്യാം. സെക്ഷൻസ് 10AA യൂണിറ്റ് ഇൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ. സെക്ഷൻ 32(1) അഡീഷണൽ ഡെപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. 32AC or 32AD, that is investment allowance. Section 33AB deposit in tea development account. Section 33ABA production of petroleum or natural gas in India. Section 35 payment to outsiders for research or expenditure on in-house research. Section 35AD capital expenditure on specified business. Next 35CCC expenditure on agricultural extension project. Next, section 35CCD expenditure on any skill development project. Last deductions പറയുന്നത് sections 80IA, 80IB, 80IAC, 80IB, 80IBA, 80IC, 80IE, 80JJA and 80PA. ഇത്രയും ഡിഡക്ഷൻസ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസിന് അലൗഡ് അല്ല. Next, brought forward losses. Such losses cannot be carried forward and set off in any subsequent year. മുൻ വർഷങ്ങളിലെ ബ്രോഡ് ഫോർവേഡ് ലോസസ് ഉണ്ടെങ്കിൽ അത് സാധാരണ നമുക്ക് വരും വർഷങ്ങളിൽ സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസിൻ്റെ കേസിൽ ഇങ്ങനെയുള്ള ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യാനും സെറ്റ് ഓഫ് ചെയ്യാനും സാധിക്കില്ല. നെക്സ്റ്റ്, tax on income of certain domestic companies with effect from assessment year 2020-21. ഇതും ഡൊമസ്റ്റിക് കമ്പനീസ് തന്നെയാണ്, പക്ഷെങ്കിൽ വിത്ത് ഇഫക്റ്റ് ഫ്രം അസസ്മെന്റ് ഇയർ 2020-21, അതായത് 2020-21 തൊട്ട് ബാധകമായ കമ്പനികൾ. സെക്ഷൻ 115BAA. എ ഡൊമസ്റ്റിക് കമ്പനി മേ പേ ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 22% പ്ലസ് സർചാർജ് 10% പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% if it fulfill the prescribed conditions. അതായത് താഴെ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനികൾക്ക്, അതായത് ഡൊമസ്റ്റിക് കമ്പനി തന്നെയാണ്, ടാക്സ് റേറ്റ് 22% പ്ലസ് സർചാർജ് 10% ആണ് ഇവിടെ. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% മാത്രം പേ ചെയ്താൽ മതി. കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ദ കമ്പനി ഹാസ് നോട്ട് ക്ലെയിം ഡിഡക്ഷൻ ഫ്രം ഇറ്റ്സ് ഇൻകം അണ്ടർ ദ ഫോളോവിങ് സെക്ഷൻസ്. അതായത് താഴെ പറയുന്ന സെക്ഷൻസിലുള്ള ഡിഡക്ഷൻസ് അലൗഡ് അല്ല ഈ കമ്പനികൾക്ക്. ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസിൻ്റെ പറഞ്ഞ സെയിം ഡിഡക്ഷൻസ് തന്നെയാണ് ഇതിലും ഡിസലൗഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് വീണ്ടും റീഡ് ചെയ്യുന്നില്ല. ബ്രോഡ് ഫോർവേഡ് ലോസസ് ആണെങ്കിലും വരും വർഷങ്ങളിൽ അത്
ക്യാരി ഫോർവേഡ് ചെയ്യാനോ സെറ്റ് ഓഫ് ചെയ്യാനോ സാധിക്കുകയില്ല. അതായത് സെയിം ആസ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസ്. ശരിക്കും ശ്രദ്ധിക്കുക, ഈ രണ്ട് കമ്പനികളുടെ കേസിലും ഡിഡക്ഷൻസും ബ്രോഡ് ഫോർവേഡ് ലോസും സെയിം ആണ്. അതായത് രണ്ടും അലൗ ചെയ്യുന്നില്ല. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസിന് ടാക്സ് റേറ്റ് 25%, സർചാർജും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും വരും. എന്നാൽ ഡൊമസ്റ്റിക് കമ്പനീസ് വിത്ത് ഇഫക്റ്റ് ഫ്രം അസസ്മെൻറ്റ് ഇയർ 2020-21 തൊട്ടാണെങ്കിൽ ടാക്സ് റേറ്റ് 22%, സർചാർജ് 10%, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആയിരിക്കും. നെക്സ്റ്റ്, ടാക്സ് ഓൺ ഇൻകം ഓഫ് സർട്ടൻ ന്യൂ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസ് വിത്ത് ഇഫക്റ്റ് ഫ്രം അസസ്മെൻറ്റ് ഇയർ 2020-21 സെക്ഷൻ 115 BAB. കേസിലുള്ള കമ്പനീസ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസ് ആണ്. പക്ഷെങ്കിൽ ന്യൂ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസ് ആണ് വിത്ത് ഇഫക്റ്റ് ഫ്രം 2020-21, അതായത് 2020-21 തൊട്ടാണ് ഇവർക്ക് ബാധകം. എ ന്യൂ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനി മേ പേ ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 15% പ്ലസ് സർചാർജ് 10% ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആസ് ഇറ്റ്സ് ഓപ്ഷൻ ഇറ്റ് ഫുൾഫിൽ ദ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ്. അതായത് താഴെ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ ആ കമ്പനി ടാക്സ് 15%, സർചാർജ് 10%, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% പേ ചെയ്താൽ മതി. ഫസ്റ്റ് കണ്ടീഷൻ, ഇൻകം വിച്ച് ഈസ് നെയ്തർ ഡിറൈവ്ഡ് ഫ്രം ഓർ ഇൻസിഡൻ്റൽ ടു മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ആൻ ആർട്ടിക്കിൾ. അതായത് ഈ കമ്പനിയുടെ ഇൻകം ഡിറൈവ് ചെയ്തിരിക്കുന്നത് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടാകരുത്. നോ ഡിഡക്ഷൻ ഓർ അലവൻസ് ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓർ അലവൻസ് ഷാൽ ബി അലൗഡ് ഇൻ കമ്പ്യൂട്ടിംഗ് സച്ച് ഇൻകം. അതായത് ഈ ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് നോ ഡിഡക്ഷൻസ് ഓർ അലവൻസ് ഷാൽ ബി അലൗഡ്, അതായത് ഡിഡക്ഷൻസ് ഒന്നും അലൗഡ് അല്ല. സെക്കൻഡ്, പ്രോഫിറ്റ് ഇൻ എക്സസ് ഓഫ് എമൗണ്ട് ഡിറ്റർമിൻ ബൈ അസസിംഗ് ഓഫീസർ ഷാൽ ബി ഡീംഡ് ടു ബി ഇറ്റ്സ് ഇൻകം ഓഫ് ദി കമ്പനി. എക്സസ് ആയിട്ട് പ്രോഫിറ്റ് അസസിംഗ് ഓഫീസർ ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ അതും കമ്പനിയുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് സച്ച് ഇൻകം ടാക്സ് ഷാൽ ബി ചാർജ് 30%. അങ്ങനെ അസസിംഗ് ഓഫീസർ ഡിറ്റർമിൻ ചെയ്യുന്ന ഇൻകത്തിന് ടാക്സ് ഈടാക്കുന്നത് 30% ആണ്. തേർഡ് കണ്ടീഷൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഡിറൈവ്ഡ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഓൺ വിച്ച് നോ ഡിപ്രീസിയേഷൻ ഈസ് അലൗബിൾ അണ്ടർ ദി ആക്ട്. ടാക്സ് ഷാൽ ബി ചാർജ്ഡ് അറ്റ് 22%. അതായത് എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് എന്തെങ്കിലും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പനിക്ക് ഡിറൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡിപ്രീസിയേഷൻ അലൗബിൾ അല്ല. അതുപോലെ തന്നെ ടാക്സ് 22% ആയിരിക്കും. കമ്പനിയുടെ ടാക്സ് റേറ്റുകളെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഏകദേശം 5 ടൈപ്പ് ഓഫ് കമ്പനീസിൻ്റെ ടാക്സ് റേറ്റുകളാണ് പറഞ്ഞത്. അത് ഓരോന്നും വ്യത്യസ്തമാണ്. ശരിക്കും നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് ഡൊമസ്റ്റിക് കമ്പനീസാണ്. അതിന് ബേസിക് റേറ്റ് 30% ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ വീണ്ടും നമ്മൾ പറഞ്ഞിരുന്നു 2017-18 400 crore rupees എക്സീഡ് ചെയ്യാത്ത ഇൻകം ഉണ്ടെങ്കിൽ അവർക്ക് 25% ആണ് ടാക്സ് റേറ്റ് എന്ന്. പിന്നീട് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസ് സെക്ഷൻ 115 BA വിത്ത് ഇഫക്റ്റ് ഫ്രം അസസ്മെൻറ്റ് ഇയർ 2017-18 ആണ്. അതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 25% ആണ്. അടുത്തത് പറഞ്ഞ ഡൊമസ്റ്റിക് കമ്പനീസാണ്. വിത്ത് ഇഫക്റ്റ് ഫ്രം അസസ്മെൻറ്റ് ഇയർ 2020-21 ആണ്. അതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 22% ആണ് ബേസ്. ലാസ്റ്റ് പറഞ്ഞത് ന്യൂ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസാണ്. വിത്ത് ഇഫക്റ്റ് ഫ്രം അസസ്മെൻറ്റ് ഇയർ 2020-21 ബേസിക് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 15% പ്ലസ് സർചാർജ് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ശരിക്കും ഇതൊരു ടഫേറിയ സബ്ജക്റ്റാണ്. നിങ്ങൾ വീഡിയോസ് കണ്ട് ശരിക്കും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക.